ഹലോ ഡിയേഴ്സ്, എന്നോട് എല്ലാവരും എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് രാവിലെ കോളേജിൽ വരുമ്പോൾ ഡ്രസ്സിനെ മാച്ച് ചെയ്ത് ഇയറിങ്സും വളയും പൊട്ടും ഒക്കെ എങ്ങനെയാണ് ഇടുന്നത്, ഇതിനൊക്കെ എവിടെ നിന്നാണ് നേരം കിട്ടുന്നത്, രാവിലെ തന്നെ ഇതൊക്കെ മാച്ചിങ് ആയിട്ട് കണ്ടുപിടിക്കാൻ കുറേ സമയം എടുക്കില്ലെന്ന്. ഇല്ല കേട്ടോ, ഞാൻ പൊതുവേ പെട്ടെന്ന് റെഡിയായി ഇറങ്ങുന്ന ഒരാളാണ്. എനിക്കിതെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കമ്മൽ കളക്ഷൻസ്. സ്റ്റഡിൻ്റെ കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. മുകളിലിരിക്കുന്നതെല്ലാം സ്റ്റോൺ ഇയറിങ്സും താഴെ ഇരിക്കുന്നതെല്ലാം ഓക്സിഡൈസ്ഡിൽ സ്റ്റോൺ വരുന്ന കളക്ഷൻസുമാണ്. ഇവരാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആൾക്കാർ. ഓക്സിഡൈസ്ഡും ബ്ലാക്ക് മെറ്റൽ കളക്ഷൻസും വൈറ്റ് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഈ കമ്മൽ വെയർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളതെല്ലാം കളേർഡ് സ്റ്റഡ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ്. അതിൽ ആദ്യത്തെ ലൈനിൽ ഇരിക്കുന്നതെല്ലാം ഞാനൊരു ഒറ്റ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഒരു പെയറിന് 10 രൂപ മറ്റോ ആയുള്ളൂ. പൊതുവേ ഞാൻ കമ്മലുകൾ വളരെ ചീപ്പ് റേറ്റിൽ മേടിക്കുന്ന ഒരാളാണ്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്മലുകളൊന്നും ഞാൻ മേടിക്കാറില്ല. പിന്നെ ഒരുമാതിരിപ്പെട്ട കളറുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയുള്ള കളേർഡ് സ്റ്റഡ്സൊക്കെ ഞാൻ പല കടകളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു +2 മുതലുള്ള കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഇവരെൻ്റെ ഒക്കേഷണൽ വെയേഴ്സ് ആട്ടോ. എപ്പോഴൊന്നും ഞാൻ ഇടാറില്ല, ഇടയ്ക്കൊക്കെ ഇടും. അപ്പം ഇതിൻ്റെ പുതിയ അതിഥി എന്ന് പറയുന്നത് ഈ കമ്മലാണ്. ഇനി വരുന്ന ഫ്ലോറൽ ഡിസൈൻസിലുള്ള കമ്മലൊക്കെ ഞാൻ മീഷോ പർച്ചേസാണ്. ഒരു 36 പെയേഴ്സ് ഓഫ് ഇയറിങ്സ് 150-145 പ്രൈസ് റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ചൊക്കെ അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ കൊടുത്തു. പിന്നെ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്തൊക്കെ കുറേ കമ്മലുകൾ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇനി എൻ്റെ കമ്മൽ കളക്ഷൻസിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഈ കമ്മലാണ്. 90 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചത്. ഇനി ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്മൽ എന്ന് പറഞ്ഞാൽ ഈ ഓക്സിഡൈസ്ഡിൽ വരുന്ന ഇയറിംഗ് ആണ്. 60 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. ബാക്കിയെല്ലാം 35-40 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇനി ഇതാണ് എൻ്റെ ഡെയിലി വെയർ ബാംഗിൾ കളക്ഷൻസ്. ഈ കളർഡ് ബാംഗിൾസ് എല്ലാം ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. ഇവർക്കെല്ലാം ഓരോ പെയറും ഉണ്ട്, അത് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുക. ഇനി ആ വൈറ്റ് കളർ ബാംഗിൾ ഞാൻ പള്ളിപ്പെരുന്നാളിന് മേടിച്ചതാണ്. 30 റുപ്പീസ് മറ്റോ ആയുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ബാംഗിൾസ് ഞാൻ ഗുരുവായൂർ അമ്മാളിന് ചോറ് കൊടുക്കാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഈ വളയാണ് എൻ്റെ ഏറ്റവും പുതിയ ബാംഗിൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബാംഗിളും ഇയറിങ്സും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി എൻ്റെ അലമാരയിൽ ഇത് ഞാൻ എങ്ങനെയാണ് വെച്ചേക്കണേന്ന് ഒന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു അലമാര അറേഞ്ച്മെൻറ്റും. നമുക്ക് സ്ഥലം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് വച്ചില്ല എന്നുണ്ടെങ്കിൽ മെസ്സി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെ റെഡി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അലമാരയിൽ ജസ്റ്റ് ഫ്രണ്ട് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ കമ്മൽ കാണാം, പൊട്ടി കാണാം, വള കാണാം. അപ്പോൾ എനിക്ക് വേഗം റെഡിയായി ഇറങ്ങാമല്ലോ. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് റെഡിയായി മാച്ചിങ്ങിൽ ഇറങ്ങാറുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.